എത്ര മാറാത്ത ചുമയാണെങ്കിലും ജലദോഷമൊക്കെ ആണെങ്കിലും ദാ ഈ ഒരു ചെടി വീട്ടിൽ പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുട്ടികൾക്കാണെങ്കിലും വലിയ ആളുകൾക്കാണെങ്കിലും പ്രായമായ അച്ഛനമ്മമാരൊക്കെ ഉള്ള വീട്ടിൽ ഈ ഒരു ചെടി നിങ്ങൾ നട്ടുപിടിപ്പിക്കുക കേട്ടോ. ചെറിയൊരു ഏരം നട്ടുപിടിപ്പിച്ചാൽ മതി. എത്ര മാറാത്ത ചുമയാണെങ്കിലും പെട്ടെന്ന് മാറിക്കിട്ടാനൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ. ഇത് ഇരുവേലിയാണ്. നിങ്ങൾ ഓർക്കും പനിക്കൂർക്കയാണല്ലോ. ഇത് പനിക്കൂർക്കയല്ല, പനിക്കൂർക്കയുടെ തന്നെ വേറൊരു വർഗ്ഗമാണ് കേട്ടോ. ഇതിൻ്റെ തണ്ടിന് ഒരു വയലറ്റ് കളറാണ് കേട്ടോ. ഇത് നല്ലൊരു മണമാണ്. ചെറിയൊരു വിക്സ് പോലെ ഒരു ഗ്യാസ് മണമുണ്ട് കേട്ടോ. ഇത് നമ്മൾ നല്ല അടഞ്ഞ മൂക്കൊക്കെ ആണെങ്കിൽ കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ളിടത്തിൽ അവർ കിടക്കുന്ന കട്ടിലിൻ്റെയൊക്കെ അവിടെ കൊണ്ടുവന്നിട്ട് ചെറിയൊരു തണ്ട് ഒടിച്ചു കൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നീർക്കെട്ട് കയറുന്ന കുട്ടികൾക്കൊക്കെ ആണെങ്കിലും നമുക്ക് രാത്രിക്ക് മൂക്കടഞ്ഞ് കരയുന്ന കുട്ടികളൊക്കെ ആണെങ്കിലും നമുക്ക് കയ്യിലെടുത്തൊന്ന് ഞൊലച്ചിട്ട് ആ ഒരു കൈ നമുക്ക് കുട്ടികളുടെ മുഖത്തൊന്ന് മണപ്പിച്ച് കൊടുത്താൽ മതി. മൂക്കിൽ ഒന്ന് വെച്ചിട്ട് മണപ്പിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അടഞ്ഞ മൂക്ക് പെട്ടെന്ന് തുറക്കും കേട്ടോ. പിന്നെ ഈ ഇരുവേലിക്ക് ചുമക്കൂർക്ക അതുപോലെ ഇരുവേലിന്ന് മാത്രമല്ല കേട്ടോ പേരുള്ളത്, പല്ലിക്കൂർക്ക എന്നും കൂടി പേരുണ്ട് കേട്ടോ. എന്താണെന്നറിയാമോ? പല്ലികൾ വരത്തില്ല ഇതിൻ്റെ മണം, ഒരു പ്രത്യേക ഒരു കട്ട് മണമുണ്ട് കേട്ടോ. അപ്പം ഇതിൻ്റെ ഒരു മണം പല്ലികൾക്ക് അത്ര ഒരു ഇഷ്ടപ്പെടുന്ന ഒരു മണമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് പല്ലിക്കൂർക്ക എന്ന് പേരുണ്ട്. നമ്മൾ ബാത്റൂമിൻ്റെ ഒക്കെ സൈഡിലും അതുപോലെ കിച്ചണിൻ്റെ ഒക്കെ ഭാഗത്തൊക്കെ ഇതിൻ്റെ ഒരു തണ്ട് കൊണ്ടുവന്ന് ഒടിച്ച് നമ്മളൊരു ചെറിയൊരു കുപ്പിയിലോ അതിലേക്ക് ആക്കിയിട്ട് നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തേക്കൊക്കെ നമ്മൾ പല്ലികൾ വരത്തില്ല കേട്ടോ. പ്രത്യേകിച്ച് ബാത്റൂമിൻ്റെ ഒക്കെ ഒരു സൈഡുകളിലൊക്കെ നമ്മൾ ഇതും കൊടുന്ന് ഇലകൾ അടത്തി വെച്ചാൽ മതി. പല്ലിയൊക്കെ ബാത്റൂമിൽ വരുന്നുണ്ടെങ്കിൽ പല്ലിയൊക്കെ ഓടിക്കോളൂ കേട്ടോ. പിന്നെ ഈ ഒരു ചെടി നമ്മൾ എത്ര മാറാത്ത ചുമ മാറാനൊക്കെ ആയിട്ട് കുഞ്ഞു മക്കളൊക്കെ ഉള്ള വീട്ടിലൊക്കെ ഇത് നമ്മൾ വാട്ടിപ്പിഴിയുക. നമ്മൾ ഈ പനിക്കൂർക്കയുടെ ലീഫ് നമ്മൾ വാട്ടെടുത്തില്ലേ, ചെറിയൊരു പുട്ടുകൊടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് വെച്ചിട്ട് വെറുതെ ആവി കയറ്റിയിട്ടാൽ മതി. എന്നിട്ടത് കൈകൊണ്ട് ഞെരടിയിട്ട് പിഴിയുമ്പോൾ തന്നെ നല്ല പച്ച കളറുള്ള ഒരു ഏകദേശം ഈ ഒരു ഇതിൻ്റെ തണ്ടിൻ്റെ ഇടയ്ക്ക് കടന്നൊരു കളറില്ല. അപ്പോൾ അതുപോലെ ഒരു നീര് നമുക്ക് കിട്ടും. അതിലേക്ക് നമുക്ക് തേൻ ചേർത്ത് കൊടുത്തിട്ട് കുഞ്ഞു കുട്ടികൾക്കൊക്കെ രാവിലെയും ഉച്ചയ്ക്ക് വൈകുന്നേരം അതുപോലെ 4 നേരമായിട്ട് അത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ചുമയുടെ മരുന്ന് കൊടുക്കാതെ തന്നെ ചുമ പെട്ടെന്ന് മാറിക്കിട്ടും കേട്ടോ. ഇതിന് ചുമക്കൂർക്ക എന്ന് പറയും, അതുപോലെ തന്നെ ഇരുവേലി എന്ന് പേരുണ്ട്. ഇതുണ്ട് ഇങ്ങനെ ഞൊലച്ച് നമ്മളത് മണക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യും. മൂക്കടഞ്ഞ മൂക്കാണ്, തലവേദനയൊക്കെ ഉള്ള സമയത്തേക്ക് നമുക്കിതിങ്ങനെ കൈകൊണ്ട് ഞെരടിയിട്ട് നമുക്ക് നെറ്റിയുടെ ഭാഗത്തൊക്കെ ഒന്ന് ഉരച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ തലവേദനയ്ക്കൊക്കെ നല്ല ആശ്വാസം കിട്ടും കേട്ടോ. പിന്നെ മേലുവേദന പനിയൊക്കെ ഉള്ള ടൈമിൽ നമുക്ക് ഇതിട്ടിട്ട് വെള്ളം ആവി കൊള്ളാൻ നല്ലതാണ്. ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ഒരു നുള്ള് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കത് ആവി കൊണ്ടിട്ടുണ്ടെങ്കിൽ ശരിക്കും തലയിൽ സൈനസൈറ്റിസ് ഒക്കെ ആയിട്ട് തലവേദനയൊക്കെ ഉള്ള ആളുകൾ, അതുപോലെ തലയിലൊക്കെ പെട്ടെന്ന് ഞരമ്പിനൊക്കെ നീർക്കെട്ട് കയറിയിട്ട് തലവേദന വിട്ടുമാറാത്ത തലവേദനയൊക്കെ ഉള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇത് ശരിക്കും ഇതുപോലെ ഒന്ന് ആവി കൊണ്ടിട്ടുണ്ടെങ്കിൽ മതി. നമുക്കൊരു 3-4 ദിവസം അടുപ്പിച്ച് ആവി കൊണ്ടിട്ടുണ്ടെങ്കിൽ തലയിലെ ഞരമ്പിലൊക്കെ വരുന്ന നീർക്കെട്ടൊക്കെ വലിഞ്ഞു പോകാനൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ. പിന്നെ മേലുവേദനയൊക്കെ വരുന്ന ടൈമിൽ ഉപ്പിട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് വെള്ളം ചൂടാറിയതിന് ശേഷം കുഞ്ഞു കുട്ടികളൊക്കെ മേല് കഴിച്ചിട്ടുണ്ടെങ്കിൽ നീർക്കെട്ടും മേലുവേദനയും ഒക്കെ മാറും കേട്ടോ. അതുപോലെ നമുക്ക് ഇത്തരം മാറാത്ത മുറിവൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഷുഗർ പേഷ്യൻസിനൊക്കെ മുറിവ് വരുന്നൊക്കെ മാറാത്ത മുറിവുകൾ ഇൻഫെക്ഷനൊക്കെ ഉള്ള ആളുകളാണെങ്കിലും അതുപോലെ കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ ഓടി വീഴുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വീട്ടിലെ അങ്ങനെയൊക്കെ ഉള്ള കുട്ടികളൊക്കെ ഉള്ള ഇടത്തിലേക്കും ഒരു തണ്ട് തട്ടുപിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അരച്ച് പുരട്ടിയിട്ടുണ്ടെങ്കിൽ മുറിവ് ഉണങ്ങാനൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ. അതുപോലെ ഇൻഫെക്ഷൻ വരത്തില്ല. പിന്നെ നമ്മൾ ഈ ഒരു പനിക്കൂർക്കയും ഈ ഒരു ഇരുവേലിയും തമ്മിൽ വ്യത്യാസമുണ്ട്. പനിക്കൂർക്കയുടെ ഇലാന്ന് പറയുമ്പോൾ നമ്മൾ ഒടിയും, പക്ഷേ ഈ ഒരു ഇരുവേലി നമ്മൾ ഒടിയത്തില്ല കേട്ടോ. ഇതൊക്കെ പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ ഈ വഴിയോരങ്ങളല്ല വേലിയുടെ സൈഡിലൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കൊണ്ടോന്ന് അറിയത്തില്ല. എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞ് ഏരം കൊണ്ടുവന്നിട്ട് നമ്മൾ നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നമ്മൾ കുട്ടികളുടെയൊക്കെ കാത് പഴുക്കത്തില്ല, ഈ ചെവി നമ്മൾ കമ്മലൊക്കെ ഇട്ടിട്ട് വരവിൻ്റെ കമ്മലൊക്കെ ഇട്ടിട്ട് കഴിഞ്ഞമ്പം കുട്ടികളുടെ കാത് പഴുക്കുന്ന ആ ഒരു ടൈമിലൊക്കെ ഇത് ഇല ഞെരടി പിഴിഞ്ഞിട്ട് കുട്ടികളുടെ ആ ഒരു കാത് പഴുക്കുന്നതിൻ്റെ ആ ഒരു ഭാഗത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് കാത് പഴുപ്പ് മാറും കേട്ടോ. പെട്ടെന്ന് അത് മുറിവ് കരിയും കേട്ടോ. പിന്നെ നമ്മുടെ ശരീരത്തിൽ ഉളുക്ക് നീർക്കെട്ട് വേദനയൊക്കെ വരുന്ന ടൈമിൽ ഇതിൻ്റെ തണ്ടേപ്പടി നമ്മളത് പറിച്ചെടുത്തിട്ട് ഒരു നുള്ള മഞ്ഞൾ ഉപ്പും ചേർത്തിട്ട് നീരുള്ള ഭാഗത്തൊക്കെ അരച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ നീർക്കെട്ടും നീരും അതുപോലെ ഉളുക്ക് ഉളുക്ക് ഉള്ള ഭാഗത്തൊക്കെ ഉള്ള അമിതമായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള വേദനയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പെട്ടെന്ന് മാറി കിട്ടാനായിട്ട് ഈ ഒരു ഇരുവേലി അരച്ച് പുരട്ടുന്നത് നല്ലതാണ്. പിന്നെ തലയിൽ പേൻഷെല്ലൊക്കെ ഉള്ള കുട്ടികളുണ്ടല്ലോ, അപ്പം പേൻഷെല്ലൊക്കെ ഉള്ള കുട്ടികൾക്ക് ഇതിൻ്റെ ലീഫ് ഒരു 5-8 ലീഫ് പറിച്ചെടുത്തിട്ട് തുളസി ഇല ചേർത്തിട്ട് അരച്ചിട്ട് നമ്മുടെ തലമുടിയിലൊക്കെ സ്കാൽപ്പിൽ കൂടെ ഒക്കെ അരച്ച് അത് പുരട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒട്ടും തന്നെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഈരും പേനൊക്കെ ഉള്ള കുട്ടികളുടെയൊക്കെ തലയിലുള്ള ഈരും പേനൊക്കെ ഇങ്ങനെ പോകാനൊക്കെ ആയിട്ടും ഇതിൻ്റെ ഒരു മണം ആ ഒരു പേനിനൊക്കെ അത് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള ഒരു മണം ആയതുകൊണ്ട് തന്നെ പേൻ തലയിൽ ഇരിക്കത്തില്ല കേട്ടോ. തലയിൽ തേച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പം ഇതിങ്ങനെ നിങ്ങൾ തേച്ച് കൊടുത്തിട്ട് തല ചീകി കൊടുത്തിട്ടുണ്ടെങ്കിൽ പേൻ ശരിക്കും ബോധം കിട്ടുന്നത് പോരുകയും ചെയ്യും. നമുക്ക് കുട്ടികളുടെ തലയിൽ പെട്ടെന്നൊന്നും പേനും ഈരും വരത്തില്ല കേട്ടോ.
പിന്നെ പ്രായമായ അച്ഛനമ്മമാരൊക്കെ ഉള്ളിടത്തിൽ ശ്വാസമുട്ടൊക്കെ പോലുള്ളതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇരുവേലി നമ്മളൊരു 5-8 ഒരു 3-4 ഇരുവേലിയുടെ ലീഫ് പറിച്ചെടുത്തിട്ട് ആടലോടകത്തിൻ്റെ ലീഫ് നിങ്ങളുടെ വീടിൻ്റെയൊക്കെ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. ഈ ഒരു ഇരുവേലിയുടെ കൂട്ടത്തിലേക്ക് മറ്റേ നമ്മുടെ ഒരു ആടലോടകത്തിൻ്റെ ലീഫും കൂടെ ചേർത്തിട്ട് വാട്ടി പിഴിഞ്ഞിട്ട് അതിൻ്റെ കൂട്ടത്തിലേക്ക് ഇച്ചിരി തേനോ അല്ലെങ്കിൽ കൽക്കണ്ടത്തിൻ്റെ പൊടിയോ ചേർത്തിട്ട് നല്ല ശ്വാസമുട്ടൊക്കെ ഉള്ള ആളുകൾക്ക് അത് കൊടുക്കുകയാണെങ്കിൽ, അതിൻ്റെ നീര് കൊടുക്കുകയാണെങ്കിൽ മരുന്ന് കഴിക്കാതെ തന്നെ അവർ ശ്വാസം മുട്ട് പെട്ടെന്ന് മാറി കിട്ടാനൊക്കെയായിട്ടും രാത്രി ഉറങ്ങുന്ന ടൈമിൽ ഒരു ശ്വാസ തടസ്സമൊക്കെ ഉള്ള ആളുകൾക്കാണെങ്കിൽ പെട്ടെന്ന് അത് ആശ്വാസം കിട്ടുകയും ചെയ്യും കേട്ടോ. കാരണം പെട്ടെന്ന് ആ ഒരു നെഞ്ചിലെ കഫം ഇളക്കി കളയാനൊക്കെ ആയിട്ട് ഇതിൻ്റെ നീര് നമുക്കത് അകത്ത് തേൻ കൂട്ടി സേവിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പം ഈ ഒരു നിങ്ങൾക്ക് ഈ ഒരു ഇരുവരെ പറ്റിയുള്ള ഒരു വിവരം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാ അച്ഛനമ്മമാരുടെ അറിവിലേക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ള അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു എവിടുന്നെങ്കിലൊക്കെ ഇരുവേലി കിട്ടുവാണെങ്കിൽ നട്ടുപിടിപ്പിക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു വീണ്ടും കാണാം. പിന്നെ ചാനൽ ഫോളോ ചെയ്ത ഫ്രണ്ട്സ് ആരെങ്കിലും കാണുന്നതാണെങ്കിൽ ഒന്ന് ചാനൽ ഫോളോ കൂടി ചെയ്തേക്കാൻ മറക്കല്ലേ. ബൈ.